മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമച ഓ ഈ പറമ്പിൽ എല്ലാ പാത്രവും വെള്ളം കെട്ടിക്കിടക്കുകയാണല്ലോ. ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവർ. എനിക്ക് പണിയാകും. ഇപ്പം ശരിയാക്കി തരാം. ഇതിവിടെ ഇരിക്കട്ടെ. എല്ലായിടത്തും ഡേറ്റി വാട്ടർ, എല്ലായിടത്തും ഡേറ്റി വാട്ടർ. നശിപ്പിക്കും ഞാൻ. അയ്യോ എന്റെ പൈപ്പുള്ള എന്നെ പണിയാ സാറേ കാണിച്ചത്. 3-4 ദിവസം നിന്നിട്ടാണ് ഒരു തുള്ളി വെള്ളം കിട്ടിയത്. ഇത് എന്തിനാണ് കമത്തി കളഞ്ഞ്? പറയാ ചേട്ടന്റെ പേര്? എന്റെ പേര് പുരുഷൻ. എന്താണ് കാര്യം? സി മിസ്റ്റർ പുരുഷൻ. പുരുഷൻ അല്ല സാറേ, പുരുഷൻ. സി മിസ്റ്റർ പുരുഷൻ. അത് തന്നെ. നോക്കൂ മിസ്റ്റർ, ഈ പാത്രങ്ങളിൽ ചേട്ടകളിൽ വെള്ളം കെട്ടി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇത് മാറ്റിയില്ല? ഇങ്ങനെ വെള്ളം നിറച്ചു വെച്ചാൽ കൊതുക് മുട്ടയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അറിയാറുണ്ട്. ഇവിടെ കൂത്താടി വരാറുണ്ടോ? കൂത്താടി അങ്ങനെ വരാറില്ല. പിന്നെ അച്ഛനൊരു 7-7 കുടിച്ച് കൂത്താടി വരാറുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൂത്താടി എന്ന് പറഞ്ഞാൽ കൊതുകിന്റെ മുട്ട, കുഞ്ഞുങ്ങൾ എന്നൊക്കെയാണ്. മനസ്സിലായ? ഓ എടോ, ഇങ്ങനെ പാത്രങ്ങളിലും ചേട്ടകളിലും വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുകുകൾ മുട്ടയിടും. അപ്പൊ എന്തുണ്ടാകും? മുട്ടയിട്ടാ കൊതുകിന്റെ കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? നമ്മളെ കുത്തും. അപ്പ എന്തുണ്ടാകും? ചൊറിച്ചിലുണ്ടാവും. അല്ല, ഡെങ്കിപ്പനി. ഓഹോ, അത് ശരി. അപ്പോ ഡെങ്കിപ്പനി വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൊതുക് കടി കൊള്ളാതിരിക്കണം. അല്ല, കൊതുക് തിരി കത്തിക്കണം. വെറും കൊതുകുതിരിയല്ല, കേക്ക് കട്ടപ്പുക കൊതുകുതിരികൾ. ഒരു പ്രാവശ്യം കത്തിച്ചാൽ ഗുമുഗുമാൻ പുക വരും. പിന്നെ പെരക്കാത്ത് കേറാനേ പറ്റത്തില്ല. നമുക്ക് ഒന്നെടുക്കട്ടെ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. 1 year പാക്ക് സാറിന് വേണ്ടി മാത്രം. ആഹാ, കൊതുക് തിരിവിക്കാൻ വന്നാണ്. അല്ലടാ, എന്റെ നല്ല വെള്ളം മുഴുവൻ കമത്തിക്കളഞ്ഞ്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. A few minutes later. പോയി കോരിക്കൊണ്ടു വാടാ. അയ്യോ